പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് സകല മഹത്വവും കരയേറ്റി സ്തോത്രം. സർവശക്തനാകുന്ന ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവാൻ കർത്താവിന്റെ സന്നിധിയിൽ ഈ അനു ശാമുവേൽ സംരക്ഷിക്കുന്ന ഈ വെസ്റ്റർ എന്ന പ്രയർ ഗ്രൂപ്പിലെ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു. ദൈവം ആരാണ്, ഏതാണ്, എങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് കഴിയുന്നത്ര നിലയിൽ അതിനെക്കുറിച്ച് സ്തോത്രം സംസാരിക്കാനിടയായി. എല്ലാവർക്കും സ്നേഹവന്ദനം പറഞ്ഞുകൊണ്ട് സ്തോത്രം ഹൃദയംഗമായി ആഗ്രഹിച്ചുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെ പ്രസ്താവിക്കാൻ അവസരമെടുക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈ ദൈവവചനം ശ്രവിപ്പാൻ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മനുഷ്യൻ എന്ന ഒരു വിഷയമാണ് ഇവിടെ ആവിഷ്കരിക്കാൻ പോകുന്നത്. മനുഷ്യൻ, നമ്മളെല്ലാം മനുഷ്യരാണ്. സ്തോത്രം. മനുഷ്യരാരാണ്, എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ്, എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള വിഷയം സംബന്ധിച്ച് നമുക്ക് കേൾപ്പാൻ ഇടയാകട്ടെ. അത് നമുക്ക് ഗുണകരമായി തീരട്ടെ, അനുഗ്രഹകരമായി തീരട്ടെ. അതൊരു സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന അനുഭവമായി മാറട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ അവർക്കും സ്നേഹവന്ദനം പറഞ്ഞുകൊണ്ട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിഷയത്തിലേക്ക് കടക്കുന്നു. ആമേൻ. എൻ്റെ ചിന്താമണ്ഡലത്തിൽ ദൈവം തന്ന ചില ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സ്തോത്രം അനുഭവിക്കുന്ന സത്യങ്ങളെ പാടുവാൻ ദൈവം ഇടയാക്കി ആ ഗാനത്തിന്റെ 1-2 അടികൾ പാടുന്നു. സ്തോത്രം. നിങ്ങൾക്കത് പ്രയോജനവും ഉപകാരവും സന്തോഷമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഉലകത്തിൽ മനുഷ്യ പ്രയത്നത്തിനന്ത്യം നിറകണ്ണും നെടുവീർപ്പും മാത്രം, എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം. ഉലകത്തിൽ മനുഷ്യ പ്രയത്നത്തിനന്ത്യം നിറകണ്ണും നെടുവീർപ്പും മാത്രം, എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം. മർത്യൻ ക്ഷണീകൻ നിഴൽ പോലെ മാത്രം, ശ്വാസം നിലയ്ക്കുമ്പോഴായുസ് തീരും, സ്വന്തത്തിൽ നിന്നു പിരിയും, എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം, എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം. ഉലകത്തിൽ മനുഷ്യ പ്രയത്നത്തിനന്ത്യം നിറകണ്ണും നെടുവീർപ്പും മാത്രം, എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം. പാരിൽ ധനത്തിനായി പണിയുന്ന മർത്യൻ മരണത്തിൻ പിടിയിലകപ്പെടും നേരം, മരുവാസമോ അതു തീരും, എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം, എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം. പ്രൈസ് ദി ലോർഡ്. ഉലകത്തിൽ, ഈ ലോകത്തിൽ മനുഷ്യന്റെ പ്രയത്നമെല്ലാം കണ്ണുനീരും നെടുവീർപ്പും മാത്രമായി മാറുമ്പോൾ യേശു കർത്താവിൽ സ്തോത്രം ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അനുഭവങ്ങൾ കൂടെ പറയുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. മർത്യൻ ക്ഷണീകനാണ്, നിഴൽ പോലെയാണ്. ശ്വാസം നിലയ്ക്കുമ്പോ ആ കഥ തീരും. ദൈവത്തിന് സ്തോത്രം. സ്വന്തത്തിൽ നിന്ന് പിരിയും. എന്നാൽ യേശുവിൽ ആശ്രയിക്കുന്നവർക്ക് ആശ്വാസം എല്ലാറ്റിലും കണ്ടെത്തുവാൻ കഴിയുന്നു. പാരിൽ, ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ധനത്തിനായി പണിയുന്ന മർത്യൻ മരണത്തിന്റെ പിടിയിൽ അകപ്പെടുമ്പോൾ ആ സമയം ഈ ലോകത്തിലെ വാസം തീരും. എന്നാൽ
ആശ്വാസം യേശുവിൽ മാത്രം. സ്തോത്രം. ബാക്കി അടികൾ ഇനി ഈ വിഷയം ആവിഷ്കരിച്ചതിന് ശേഷം പാടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ലോകം, മനുഷ്യൻ തുടങ്ങിയവയെ കുറിച്ചുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഏതു മതത്തിന്റെയും അവിഭാജ്യ ഘടകമത്രേ. ആമേൻ. ഉദാഹരണത്തിന് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളത്. ഈ ലോകവും മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളും അവയുടെ ആത്മാക്കളും ബ്രഹ്മത്തിന്റെ ഭാഗം മാത്രം. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നത്രേ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ബുദ്ധമതത്തിൽ സൃഷ്ടാവായ ഒരു ദൈവമില്ല. അങ്ങനെ മനുഷ്യനെ സംബന്ധിച്ച് ഓരോ മതത്തിനും അതിൻ്റെതായ സിദ്ധാന്തങ്ങളുണ്ട്. വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. അതിന്റെ രത്ന ചുരുക്കം ഇതാണ്. ആമേൻ. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ചത് മൂലം പാപിയായി തീർന്നു എന്നും ദൈവപുത്രനായ യേശുക്രിസ്തുവിന് മാത്രമേ പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയൂ എന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കത്തോലിക്കർ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഭൂരിപക്ഷവും ഇതിനോട് ഏറെക്കുറെ സാമ്യമുള്ള വിശ്വാസമാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ചില കൾട്ടുകൾ മാത്രമേ ഇതിന് വിരുദ്ധമായ വിശ്വാസം സ്വീകരിക്കുന്നുള്ളൂ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിക്കുന്ന സൃഷ്ടികഥ വാച്യാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല എന്ന് കത്തോലിക്കരും മറ്റ് ചില സമുദായങ്ങളും അനൗദ്യോഗികമായെങ്കിലും വേണ്ടെന്നുള്ളതാണ് ഏറെ വിചിത്രം. ആമീൻ. സൃഷ്ടിയും പരിണാമവും കൂടിച്ചേർന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ലോകമുണ്ടായത് എന്നത്രേ ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. ആമീൻ. പക്ഷേ ബൈബിൾ ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്ന ആർക്കും ആമീൻ ഉത്തരം സിദ്ധാന്തങ്ങൾ അംഗീകരിക്കാൻ ആവില്ല. ആമേൻ. സിദ്ധാന്തം പറയുന്നത് അംഗീകരിപ്പാൻ ആവില്ല. ബൈബിളിനെ സംബന്ധിച്ച് ദൈവമക്കൾ എന്താണ് വിശ്വസിക്കുന്നതെന്ന് മുൻപ് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം വിശദീകരിച്ച് കഴിഞ്ഞതിനാൽ ഇവിടെ ആവർത്തിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിക്കുന്ന വിധത്തിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്നാണ് ദൈവമക്കൾ വിശ്വസിക്കുന്നത്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് മാത്രമേ രക്ഷിക്കപ്പെട്ടവർക്ക് വിശ്വസിക്കാൻ കഴിയൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനിൽ ദേഹം, ആത്മാവ് എന്നിങ്ങനെ രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്ന മതങ്ങളുണ്ട്. ക്രൈസ്തവരിൽ ചിലരും ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്തിനേറെ പെന്തക്കോസ്തുകാരായ ചിലർ പോലും ഇങ്ങനെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ആത്മാവ് എന്നൊന്നില്ലെന്നും ജീവൻ തന്നെയാണ് ആത്മാവെന്നും പഠിപ്പിക്കുന്ന കൾട്ടുകളും ഉണ്ട്. പക്ഷേ മനുഷ്യൻ ദേഹം, ദേഹി, ജീവൻ, ദേഹി അല്ലെങ്കിൽ ജീവൻ, ആത്മാവ് എന്നിങ്ങനെ 3 ഘടകങ്ങൾ ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു. സംശയമുള്ളവർ താഴെ പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എബ്രായ ലേഖനം 4:12 അത് നാം വായിക്കുന്നു. ആത്മാവ്, പ്രാണൻ, സന്ധിമജ്ജകൾ എന്ന് പറഞ്ഞാൽ ശരീരം എന്നിങ്ങനെ 3 ഘടകങ്ങളുണ്ട് എന്നല്ലേ ഈ വാക്യം തെളിയിക്കുന്നത്. സംശയം തീരുന്നില്ലെങ്കിൽ ഇതാ മറ്റൊരു വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ
നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെട്ടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്ന് 1 തെസ്സലോനിക്കർ 5:23 സ്തോത്രം നാം വായിക്കുന്നു. മനുഷ്യനിൽ ദേഹം, ദേഹി അല്ലെങ്കിൽ പ്രാണൻ, ആത്മാവ് എന്നിങ്ങനെ 3 ഘടകങ്ങളുണ്ട് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട് എന്ന് വ്യക്തമായല്ലോ. ബൈബിൾ ദൈവവചനമായി അംഗീകരിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാം. ഈ പൗലോസിന്റെ സ്വന്തം സിദ്ധാന്തം മാത്രമാണെന്ന്, അതുകൊണ്ട് ദൈവവചനമായി അംഗീകരിക്കേണ്ടതില്ലെന്ന് പഠിപ്പിക്കുന്നവർക്ക് ആ വിശ്വാസത്തിൽ തുടരുകയും ചെയ്യാം. ആമേൻ. പക്ഷേ പൗലോസ് ഇത് എഴുതിയത് ദൈവാത്മാവിനാൽ ആണെന്നും അതുകൊണ്ട് ദൈവവചനമാണെന്നും ദൈവമക്കൾ വിശ്വസിക്കുന്നു. ആമേൻ. നിലത്തെ പൊടിയിൽ നിന്നാണ് ആദ്യം മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കിയത്. അവന്റെ മൂക്കിൽ ദൈവത്തിന്റെ ജീവന്റെ ശ്വാസം, റോഹ്, ആത്മാവ്, ആമേൻ, ഊതി. അതോടെ മനുഷ്യൻ ജീവനുള്ളവനായി തീരുന്നു. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയുമ്പോൾ മനുഷ്യൻ ജീവനില്ലാത്തവനാകുകയും ചെയ്യും. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ആമേൻ. സഭാപ്രസംഗി 12:7 അത് നാം വായിക്കുന്നു. ദേഹം എന്നാൽ എന്ത് എന്ന് കൂടുതൽ വിശദീകരണം കൂടാതെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ദേഹി, ആത്മാവ് എന്നിവയെ കുറിച്ച് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാനാവില്ല. അതുകൊണ്ടാണ് ദേഹിയും ആത്മാവും ഒന്നാണെന്ന് പോലും ചിലർ തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ അത് ശരിയല്ല. തർജ്ജമ ചെയ്തവർ സോൾ, സ്പിരിറ്റ് എന്നീ വാക്കുകൾ ദേഹി എന്നോ ആത്മാവെന്നോ സൗകര്യം പോലെ മാറ്റിമറിച്ച് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായി ഇവ രണ്ടും ഒന്നല്ല എന്നതിന് ചില സൂചനകൾ താഴെ പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അത്യാവശ്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്ന് 1 തെസ്സലോനിക്കർ 5:23 നാം വായിക്കുന്നു. എന്ന് പൗലോസ് പറയുന്നതിലൂടെ ആത്മാവും പ്രാണനും എന്ന് പറഞ്ഞാൽ ദേഹി ഒന്നല്ലെന്ന് വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ആകുന്നു. എബ്രായ ലേഖനം 4:12 അത് നാം വായിക്കുന്നു. എന്ന് ആമേൻ പറയുന്നത് പ്രാണനും ആത്മാവും ഒന്നല്ല എന്നതുകൊണ്ടല്ലേ. ദേഹം എന്നതിന്റെ എബ്രായ ഭാഷ വാക്ക് നെപേഷ് എന്നാണ്. ഗ്രീക്കിൽ പശുഖേ എന്നും ഇംഗ്ലീഷിൽ സോൾ എന്നും പറയുന്ന ഈ വാക്ക് മലയാളത്തിൽ ദേഹി, പ്രാണൻ എന്നൊക്കെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. മനുഷ്യ പ്രാണനും മാത്രമല്ല, മൃഗങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും പ്രാണനും ഈ വാക്കുകൊണ്ടാണ് ബൈബിളിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് ദേഹിയെ ജീവൻ എന്നും വിളിക്കാം. ഹല്ലേലൂയ. ദേഹി എന്ന അർത്ഥം വരുന്ന പശുക്കെ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ആമേൻ സൈക്കോളജി എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായത്. സൈക്കോളജി കേവലം ഹല്ലേലൂയ മനഃശാസ്ത്രം മാത്രമല്ല, ദേഹിയുടെ തന്നെ ശാസ്ത്രമാണ്. എങ്കിലും ഇന്നും സൈക്കോളജി അതിന്റെ ശൈശവ ദശയിലായതിനാൽ നിരവധി അബദ്ധങ്ങൾ ശാസ്ത്ര സത്യമെന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ടു പോരുന്നുണ്ടെന്ന വസ്തുതയും സാന്ദർഭികമായി പറയട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോൾ ആണ് ആത്മാവ് എന്ന് ധരിച്ചു വച്ചിരിക്കുന്നവർ നിരവധിയാണ്. മരിക്കുന്നതോടെ മനുഷ്യാത്മാവ് ഇല്ലാതെയാകുന്നു എന്ന് പഠിപ്പിക്കുന്നവർ തെളിവായി ചൂണ്ടിക്കാണിക്കുന്ന ബൈബിൾ വാക്യങ്ങളെല്ലാം ശരീരത്തെക്കുറിച്ചോ ദേഹിയെക്കുറിച്ചോ ആമീൻ ഉള്ളതാണ് താനും. ആമീൻ. മനുഷ്യന്റെ ആത്മാവ് മരിക്കുമെന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ സൂചിപ്പിക്കുന്ന ഒറ്റ വാക്യം പോലും ബൈബിളിലില്ല. മറിച്ച് മരണശേഷം ആത്മാവ് സുബോധത്തോടെ ഇരിക്കുന്നുവെന്ന് തെളിയിക്കുവാൻ നിരവധി വാക്യങ്ങളുണ്ട്. ദേഹി, ആത്മാവ്
എന്നിവയെക്കുറിച്ച് ആഴമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ കൈവശമുള്ള മലയാളം, ഇംഗ്ലീഷ് തർജ്ജിമകളിൽ മാത്രം ആശ്രയിക്കുന്നത്. എബ്രായ, ഗ്രീക്ക് ഭാഷകൾ വായിക്കാനുള്ള അറിവ് നേടാൻ ഏതാനും ആഴ്ചകൾ പരിശ്രമിച്ചാൽ മതിയാകും. ദേഹി, പ്രാണൻ, ശ്വാസം, ആത്മാവ് എന്നൊക്കെ തർജ്ജിമ ചെയ്തിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നെഫേഷ് എന്ന എബ്രായ വാക്കും പശുഖെ എന്ന ഗ്രീക്ക് വാക്കും ദേഹി അല്ലെങ്കിൽ പ്രാണൻ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുക. എന്നാൽ റൂഹ് എന്ന എബ്രായ വാക്കും പന്യൂമ എന്ന ഗ്രീക്ക് വാക്കും ആത്മാവ് എന്ന അർത്ഥത്തിൽ എടുക്കുക. ആമേൻ. ചില സ്ഥലങ്ങളിൽ ഈ വാക്കുകൾക്ക് ശ്വാസം, കാറ്റ് തുടങ്ങിയ അർത്ഥങ്ങളുണ്ടെങ്കിലും അത് സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കാനാകും. ആമേൻ. ആത്മാവെന്ന വാക്ക് ദൈവാത്മാവിനെ സൂചിപ്പിക്കുവാനും ദൈവദൂതന്മാരെയോ ദുരാത്മാവിനെയോ പരാമർശിക്കുവാനും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് മനുഷ്യ ആത്മാവിനെ കുറിച്ചാണോ ദൈവാത്മാവിനെ കുറിച്ചാണോ പറയുന്നതെന്ന് സന്ദർഭത്തിൽ നിന്നും മനസ്സിലാക്കണം. ദൂതർ, അശുദ്ധാത്മാക്കൾ, തുടങ്ങിയവരെ കുറിക്കുവാൻ ആത്മാവെന്ന വാക്ക് ഉപയോഗിക്കുന്നിടത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് കൂടാതെ അർത്ഥം മനസ്സിലാക്കാനാവും. പ്രൈസ് ദി ലോർഡ്. നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യന്റെ ജഡം നിർമ്മിച്ചിട്ട് മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ ആദം മാത്രമേ ഇപ്രകാരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ. മറ്റു മനുഷ്യരുടെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതിയതല്ല. ദൈവം ഊതുകയല്ല, ആത്മാവിനെ ഉള്ളിൽ സൃഷ്ടിക്കുക അത്രേ ചെയ്യുന്നത്. സഖരിയ പ്രവാചകൻ പറയുന്നു, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട് എന്ന് സഖരിയ പ്രവാചകന്റെ പുസ്തകം 12:1 നാം വായിക്കുന്നു. മനുഷ്യർക്ക് ആത്മാവുണ്ടായത് എങ്ങനെയെന്ന് ഈ വാക്യത്തിൽ നിന്ന് ഗ്രഹിക്കാം. നമ്മുടെ ആത്മാവിനെ ദൈവം നമ്മുടെ ശരീരത്തിനുള്ളിൽ നിർമ്മിച്ച് നൽകിയതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് മനുഷ്യൻ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ്. ദൈവത്തിന് മനുഷ്യരെ പോലെ കൈയും കാലും മറ്റും ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവത്തെ ആരും നേർക്കുനേർ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ രൂപത്തെ കുറിച്ച് വിശദമായി ഒന്നും ബൈബിളിൽ പറയുന്നില്ല. ഇത്തരം വിശദാംശങ്ങൾ ദൈവം മനുഷ്യന് മറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. പക്ഷേ ബൈബിളിലൂടെ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ അന്ധമായി വിശ്വസിക്കാൻ ദൈവമക്കൾ തയ്യാറാകും. കാരണം ബൈബിൾ ദൈവവചനമാണെന്നും ദൈവവചനത്തിൽ തെറ്റില്ലെന്നും ദൈവമക്കൾക്കറിയാം. ആമേൻ. ആദ്യ മനുഷ്യനായ ആദത്തെ ദൈവം ഏദൻ എന്ന പേരുള്ള തോട്ടത്തിലാക്കി. തോട്ടത്തിന്റെ നടുവിൽ ഉണ്ടായിരുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്നുള്ള ദൈവകൽപ്പന ലംഘിച്ചത് മൂലം ആ മനുഷ്യൻ പാപിയായി തീർന്നു എന്ന് ബൈബിൾ പറയുന്നു. ദൈവജനം അത് വിശ്വസിക്കുന്നു. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലം ഭക്ഷിച്ചതോടെ മനുഷ്യൻ ആത്മീയ അർത്ഥത്തിൽ മരിച്ചു. പിന്നീട് ആദാം അക്ഷരാർത്ഥത്തിലും മരിച്ചു. ആദാം എന്ന ഒരുവന്റെ ലംഘനത്താൽ എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു. അതുകൊണ്ട് മരണം സകല മനുഷ്യരിലും വ്യാപരിക്കുന്നു. എന്നാൽ ക്രിസ്തു എന്ന ഏകന്റെ അനുസരണത്താൽ എല്ലാവരും വിശുദ്ധരായി തീരുകയും ചെയ്യും. പക്ഷേ യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ വീണ്ടെടുപ്പ് ലഭിക്കുകയുള്ളൂ. മാനസാന്തരം, നീതീകരണം, ശുദ്ധീകരണം, വീണ്ടും ജനനം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് പിന്നാലെ സ്തോത്രം വിശദീകരിക്കുമ്പോൾ രക്ഷ എന്ന വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവം ഈ വചനങ്ങളാൽ ഈ മനുഷ്യൻ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ
നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏതോ ജനം മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആദ്യം പാടിയ പാട്ടിന്റെ ബാക്കിയായിട്ടുള്ളത് ഇപ്പോൾ പാടുന്നു. നിങ്ങൾക്കത് ഉപകാരവും പ്രയോജനവുമായി തീരട്ടെ എന്ന് സ്തോത്രം ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ധനികൻ നാളത്തെ നിർധനൻ, ഇന്നത്തെ പണ്ഡിതൻ നാളത്തെ പാമരൻ, എല്ലാരും ഭൂമിയിൽ പിരിയും. എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം. ഇന്നത്തെ ധനികൻ നാളത്തെ നിർധനൻ, ഇന്നത്തെ പണ്ഡിതൻ നാളത്തെ പാമരൻ, എല്ലാരും ഭൂമിയിൽ പിരിയും. എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം. ഉലകത്തിൽ മനുഷ്യ പ്രയത്നത്തിനന്ത്യം, നിറകണ്ണും നെടുവീർപ്പും മാത്രം. എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം. നാം പരദേശികൾ സ്ഥിരവാസമില്ലേ, പരദേശ മോക്ഷയാത്രയാണിതേ, പരദേശി മോക്ഷയാത്രയാണിതേ. എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം. നാം പരദേശികൾ സ്ഥിരവാസമില്ലികെ, പരദേശി യാത്രയാണികത്തിലേ, പരദേശി മോക്ഷയാത്രയാണിതേ. എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം. ഉലകത്തിൽ മനുഷ്യ പ്രയത്നത്തിനന്ത്യം, നിറകണ്ണും നെടുവീർപ്പും മാത്രം. എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം. അതുകൊണ്ട് യൗവനക്കാരാ നീ യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, നിത്യജീവന്റെ അവകാശിയാകുവാൻ. എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം. യൗവനക്കാരാ നീ യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, നിത്യജീവന്റെ അവകാശിയാകുവാൻ. എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം. ഉലകത്തിൽ മനുഷ്യ പ്രയത്നത്തിനന്ത്യം, നിറകണ്ണും നെടുവീർപ്പും മാത്രം. എന്നാൽ ആശ്വാസം യേശുവിൽ മാത്രം. ആമേൻ. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നും നമ്മൾ ആഴമായ കാര്യങ്ങളെ ഗ്രഹിപ്പാൻ മനസ്സിലാക്കുവാൻ അവസരം എടുക്കാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിർത്തിക്കൊണ്ട് സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനും നിത്യനുമാകുന്ന സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. മനുഷ്യനെ സംബന്ധിച്ച് ദൈവവചനത്തിന്റെ ആധികാരികമായി പ്രസ്താവിച്ച കാര്യങ്ങളൊക്കെയും കേൾപ്പാനും അത് കർത്താവെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാൻ പ്രസ്താവിപ്പാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. കേട്ടത് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ദൈവമേ ഇടയാക്കണമേ. തിരുനാമത്തിന്റെ മഹത്വത്തിനായി സകലവും തീർക്കണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടവനായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.